അലിയൻസിന്റെ സൈക്കോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ചലഞ്ചാണ്. അതുപോലെ ഈറ്റിംഗ് ചലഞ്ച് അല്ല, ഈറ്റിംഗ് ചലഞ്ചിന് പകരം ഈറ്റിംഗ് ചലഞ്ച് പോലെ തന്നെ നമ്മളൊരു കിട്ടിലൻ ഒരു വൈബുള്ള ഒരു അടിപൊളി ചലഞ്ചാണ്. അതിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ കേടുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ പ്രത്യേകത. ഇന്നത്തെ ചലഞ്ചിൽ താങ്കളുണ്ടല്ലോ, ഈറ്റിംഗ് അല്ല, മുട്ട വെച്ചുള്ളൊരു സംഭവമാണ്. മുട്ട മെയിൻ ആയതില് ഒരു ചാട്ട് തരാം. പട്ട്, കട്ട, പൂരം, വിളക്ക്, ചട്ടി, ആർക്കാ ചെയ്യണ്ടേ? മുട്ട കൂടാത്തല്ല രീതി എന്തായാലും പോവില്ലേ, പുള്ളിക്ക് കൊടുക്കണം. അല്ല, പറഞ്ഞു കൊടുക്കാൻ. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മുട്ട വെച്ചിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ്. അപ്പോൾ 500 രൂപയാണ് നമ്മളൊരു മുട്ടയ്ക്ക് കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ കയറിയിട്ട് തന്നെ കാര്യം. ഈ ഉത്സവത്തിന് പോകാം, കളിപ്പാട്ടൊക്കെ പഠിക്കട്ടെ. ഇത് കണ്ട് വേണം പോകാൻ എനിക്ക്. ഇത് ഒരു മുട്ടയ്ക്ക് 500 രൂപയാണ്. ടീമായിട്ടാണ് നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റുന്നത്. ടീമായിട്ട് ടീം വർക്കിലാണ് മുട്ട. ഇവിടെ കണക്കൊക്കെ കൂട്ടുന്നത്. 10 മുട്ട 5000 രൂപ. 5000 രൂപ. അത്ര 500 ഇട്ടാലും മതി. രണ്ടുപേരും മണ്ടന്മാരാണല്ലോ. 500 ഇട്ടാൽ മതി. ഞങ്ങളെന്ത് ചെയ്യും? എനിക്ക് ഒരു കാര്യം പറയണ്ടോ, വല്ല ഈ നോളജായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണോ? നോളജ്, അതെ അതെ. എന്നാ ഇല്ലല്ലോ, എന്തില്ല, കിട്ടത്തില്ല, കളിപ്പാട്ടം പോയി. അപ്പോൾ 3 ടീമാണ്. നിതിനളി ഇപ്പോൾ വരും. നിതിനളി വരുന്നതും വരെ നമുക്ക് വേറെ പല ആഗ്രഹം എന്റെ മനസ്സിൽ ഉയർന്നു വന്നായിരുന്നു ഈ പറഞ്ഞപ്പോ, 500 രൂപ എന്നൊക്കെ പറഞ്ഞപ്പോ. നമ്മള് സോഷ്യൽ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. അത് കുഴപ്പമില്ല, കുസൃതി ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്ക്. നോളജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് അറിയത്തില്ല. നിങ്ങൾ രണ്ടൊരു ടീമായ മതി. ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കണം. നോട്ടിയായിട്ട് ബന്ധപ്പെട്ട പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റ്. ഒരു കാര്യം പാരച്യൂട്ട് നോട്ടി ബോയ് എല്ലാം അറിയാം. അപ്പോൾ രണ്ടാമത്തെ ടീം പറഞ്ഞാല് നമ്മളെ ഈ ടീം പറയുന്നുണ്ട്. അത് നമ്മുടെ ശരത്താണ്. ശരത്തോട്ടനും നന്തോളിയിലാണ്. അയ്യോ, ഇത് വരുന്ന പറ്റിയേക്കണോ? 3 ടീമാണ്. നിതിനളിയും വരും. അതുവരെ നമുക്ക് ടൈമില്ല, കാരണം പ്രവീണളിയും പോകണം, പാക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പം താങ്കൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതോ പുള്ളി വരട്ടെ? ഇവിടെ ഗാങ്സ്റ്റർ മോൺസ്റ്റർ എനിക്കറിയത്തില്ല, അവനും അറിയത്തില്ല. പറയാൻ പറ്റത്തില്ല. അവൻ നോളജിന് കൂടുതൽ അവനിപ്പോ. എന്തിനെ കുറിച്ചാണ്? അല്ല, പലതിനെ കുറിച്ച്. മലരിനെ കുറിച്ച്. അപ്പം റൂൾസ് ഉണ്ട് കേട്ടോ. ടീം ആണെങ്കിൽ റൂൾസ് ഉണ്ട്. 500 രൂപയാണ്. അപ്പം ഓരോ മുട്ടയ്ക്കും 500 ആണ്. അതുപോലെ മൈനസ് ഉണ്ട് കേട്ടോ. 3 ടീം മൈനസ്. അപ്പം അല്ല, മിണ്ടായിരിക്കാൻ പറ്റത്തില്ല, പറഞ്ഞുതരാം. കുറേ റൗണ്ടുണ്ട്, കുറച്ച് റൗണ്ടേ ഉള്ളൂ. ആ റൗണ്ടുകളിൽ ആദ്യം നിങ്ങളോട് ചോദിക്കും. ചിലപ്പം നിങ്ങൾ ഉത്തരം പറഞ്ഞ് നിങ്ങൾ പാസ്സാണെങ്കിൽ അത് മുട്ട എൻ്റെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾ വിജയിക്കുന്നത് ഓരോ മുട്ട തരും ഞാൻ നിങ്ങൾക്ക്. എത്ര റൗണ്ട് തരും? അപ്പം നിങ്ങൾ മുട്ട പൊട്ടിക്കഴിഞ്ഞാണ്ടല്ലോ ഫുൾ പോയിന്റ് അങ്ങ് പോകും. മുട്ട സേവ് ചെയ്യണം, നിങ്ങൾ കയ്യിൽ പിടിക്കണം. അല്ലല്ല, അല്ല, മുട്ട വെക്കാൻ വേറെ സ്ഥലമില്ല, നിങ്ങളുടെ വേണമെന്ന്. കയ്യിലെപ്പോഴും വേണമെന്ന്. മുട്ട പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഫുൾ പോയിന്റ് പോകും. എവിടെ വെക്കാം? താഴെ എങ്ങനെ വെള്ളം പോയി കഴിഞ്ഞാൽ പോയി, ഇഷ്ടമുള്ള പിടിക്കാം. എന്ന് പറഞ്ഞ നിന്റെ അർത്ഥ സംഭവങ്ങളൊന്നും കൊണ്ടുവെക്കല്ലേ. ചൂട് കൊണ്ട് കോഴിക്കുഞ്ഞ് ഇരിക്കല്ലേ. ഓക്കെ, അപ്പോൾ അതായത് ഇവര് ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പം ഇവരുടെ കയ്യിലുള്ള മുട്ട നിങ്ങൾക്ക് കിട്ടും. അല്ല, നിങ്ങൾ ആ ഉത്തരം പറ. ആ ചോദ്യം ഇവരുടെ ചോദ്യം നിങ്ങൾ ആരെയല്ലേ പറഞ്ഞതെങ്കിൽ ഓരോരുത്തർക്കും 2 വെച്ചല്ലേ? അങ്ങനല്ല, ഒരെണ്ണം വെച്ച്. ഞാൻ പറഞ്ഞല്ല, ഓൾറെഡി കൈ മുട്ട തന്നേക്കുവാണോ? മുട്ട അല്ല പറഞ്ഞോ, ഞാനെന്ന് പറയട്ടെ. ഞാനല്ലേ ഒരിക്കലും അറിയാതെ. എടാ, എന്റെ അല്ല മുട്ട മൊത്തം. കോഴിമുട്ട എന്റെ കയ്യിൽ കുറെ കോഴിമുട്ട ഉണ്ട്. നിങ്ങൾ ഉത്തരം പറയുമ്പോൾ ഓരോന്ന് തരും ഞാൻ.
അപ്പോൾ നിങ്ങൾ 2 എണ്ണം മേടിച്ചാൽ മതി. നിങ്ങൾക്ക് 0 ഇവന് 0. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഇവനാ പറഞ്ഞെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 2 എണ്ണത്തിൽ പറഞ്ഞാൽ ഇവന് കൊടുക്കണം കോഴിമുട്ട. മനസ്സിലായോ? നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കോഴിമുട്ട എടുത്തു കൊടുത്തോളാം. സർജറി ചെയ്തിട്ടാണ് മനസ്സിലായോ? സംഭവം കിട്ടിയേ. അപ്പോൾ അവസാനം വരുന്ന രീതിയിൽ ആർക്കാണോ കൂടുതൽ എന്ന് പറഞ്ഞാൽ അവർ ജയിക്കും. മനസ്സിലായേ? മുട്ട പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഫുൾ പോയിന്റ് പോകും. അപ്പോൾ എന്തായാലും പോയാലോ? ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഇതാണ് കോഴിമുട്ട. ഇതാണ് കോഴിമുട്ട, നാടൻ മുട്ടയാണ്. ഇതാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ വിഷയം കേട്ടോ കേട്ടല്ലോ. ഇപ്പോഴാ റൂൾസൊക്കെ പറയാണ്. അപ്പോൾ മോൺസ്റ്ററാ ഒറ്റയ്ക്ക് വന്നവൻ ഇത് വരുന്ന പേരാണോ പുള്ളി മോൺസ്റ്ററാണ്. അപ്പോൾ പറയാൻ നിങ്ങൾ എന്താ ടീമാ ഏറ്റവും മെച്ചപ്പെട്ട ടീം ഇവരുടെ. ഇപ്പൊ ഞാൻ കാണത്തില്ല ഇന്റർനെറ്റായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിദേശി പറ്റും. ഇത് വേറെ റൂളുണ്ട്, വേറെ റൂളുണ്ട്. കാരണം അത് പറയാൻ മറന്നു. ഇത്തവണ നീ പറഞ്ഞെങ്കിൽ അടുത്ത റെഡി വനായിട്ട് കേട്ടോ. ചാൻസ് ഉണ്ട്, എല്ലാവർക്കും ചാൻസ് ഉണ്ട്. ഒരു റൗണ്ട് പോകുമ്പോൾ ഇഷ്ടമുള്ളവര് പറയാം. നീ പറഞ്ഞെങ്കിൽ അടുത്ത റൗണ്ട് ഇവനായി. അഥവാ ഇപ്പൊ നിങ്ങൾ അല്ല ഇത് ചെയ്യോ, പ്ലാൻ ചെയ്യാം. ഇല്ലില്ല, എടുത്തില്ല. തീരുമാനിക്കാം. ഫസ്റ്റ് പോകുന്ന റൗണ്ട് ആരാ പറയുന്നത് തീരുമാനിക്കാം. അത് തീരുമാനിക്കാം. അപ്പോൾ പിന്നാണെങ്കിൽ നിങ്ങളിപ്പോൾ ചോദിച്ചോണ്ടിരിക്കുക അവിടുന്ന് ഇവന്മാർ കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ അമ്മമാർ മുട്ട ആയിരിക്കും കേട്ടോ. തരുമല്ലേ? നല്ല പരിപാടി. ഇവിടെ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ അവിടെ ശരി ഉത്തരം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാർക്ക് കിട്ടും നിങ്ങളെ ഒന്നും കൊണ്ടാ കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയാതിരിക്കുക. ഇവിടെ പിന്നെ അറിയാമല്ലോ, മനസ്സിലായല്ലോ. എന്ത് അവന് രണ്ടും പറയുന്നു. സുബിനെ, മോൺസ്റ്റർ അടുത്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കുസൃതിയാണ് കേട്ടോ, ആലോചിച്ച് ശ്രദ്ധിച്ച് പറയാ. അതായത് ചോദ്യം ഏതാണ്? ഒരു ടേബിളിൽ 10 ഈച്ചകളുണ്ടായിരുന്നു. 10 ഈച്ചകളുണ്ടായിരുന്നു. അതിൽ ഒന്നിനെ കൊന്നു. ബാക്കി എത്ര ഈച്ച ഉണ്ട്? ഒരു ടേബിളിൽ 10 ഈച്ച ഉണ്ടായിരുന്നു. അതിൽ ഒന്നിനെ കൊന്നു. ബാക്കി എത്ര ഉണ്ട്? പറ. 9 ഈച്ച. ഉറപ്പിച്ചോ? ഇല്ല, തെറ്റാണത്. തെറ്റാണ്. അടുത്തോട്ടു പ്രശ്നമില്ല എനിക്ക്. നേരത്തെ പറഞ്ഞോ 10 ഈച്ച കൊണ്ടോ ഒന്നിനെ കൊന്നു. ഓക്കെ, ഇവിടെ വരട്ടെ. ഈച്ച അടിച്ചു ബാക്കിയെല്ലാം പറന്നുപോയി. മുട്ട താണ്ട ആദ്യത്തെ മുട്ട സ്വന്തം. 500 രൂപ കേടിക്ക് സ്വന്തം. അടുത്ത ചോദ്യം. ഒരു ഫലമാണ്, ഒരു ഫ്രൂട്ടല്ല, ഒരു എന്തോ ഫലം കുസൃതിയാണ്. വളരും തോറും പേര് മാറുന്ന ഫലം ഏതാണ്? പേര് മാറുന്ന ഫലം പറ. ടീമാണെങ്കിൽ ഇവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അതാണ് കാരണം നമ്മൾ അങ്ങനെ റൂൾ വെച്ചെന്ന് അറിയോ? അല്ലെങ്കിൽ ഇവിടെ ഫുൾ എല്ലാ ഉത്തരങ്ങളും ഇവിടെ പറയും. പേര് മാറുന്ന ഒരു ഫലമാണ്. ചക്ക. അല്ല, ഞാൻ പറയണ്ടേ? പല കളറിലുള്ള മുട്ട. 2 മുട്ട. ഇതാണ് കേട്ടോ, രണ്ടുപേരും ഒരുമിച്ച് പ്ലാൻ ചെയ്യാറെന്ന് പറഞ്ഞാൽ ഫുൾ ഉത്തരം ഇവിടെ പറയും. അതുകൊണ്ടാണ് നിങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടി അവിടെ പറഞ്ഞത്. ചോദ്യം നിങ്ങളാണ്, അതായത് കേടിയാ പറയണ്ട കേട്ടോ. ഗാന്ധിജി കാട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു സിംഹം ചാടി വീണു. അപ്പോൾ സിംഹം പറഞ്ഞു ഇന്ദിരാഗാന്ധി. ഇത് കേട്ട് ഗാന്ധിജി ഓടി രക്ഷപ്പെട്ടു. കാരണം എന്ത്? സിംഹം പറഞ്ഞു ഇന്ദിരാഗാന്ധി. ഗാന്ധിജി കാട്ടിൽ കൂടെ പോയായിരുന്നു. അപ്പോൾ സിംഹം ചാടി വീണുകൊണ്ട് സിംഹം പറഞ്ഞു ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു. അപ്പം ഗാന്ധിജി ഓടി രക്ഷപ്പെട്ടു. കാരണം എന്ത്? നിനക്കറിയില്ലേ? മാറ്റിയില്ല കണ്ടോ? ഇല്ല, നിങ്ങൾ പറഞ്ഞാലേ ഉള്ളൂ. പറ.
ഇന്ദിരാഗാന്ധി. ഇല്ല, അവൻ കണ്ടിട്ടില്ല. അവൻ കണ്ടില്ല. അവൻ കണ്ടില്ല. വായിക്കാറില്ല. എഴുതാനേ അറിയത്തുള്ളൂ. മുട്ട മൊത്തം അടിച്ച് തല അടിച്ച് പൊട്ടിയാൻ പോയി. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു. അപ്പം ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു. അപ്പൊ ഗാന്ധി എഴുന്നേറ്റ് ഓടി. അതല്ലേ സംഭവം. സിംഹം പെണ്ടി വന്നു. അപ്പോൾ സിംഹം പറഞ്ഞു ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഗാന്ധിജി ഓടി. കാരണം എന്താ? കാട്ടിലോട്ട് ചാടി ഒന്നും കേട്ടോ, നിങ്ങൾ രണ്ടും കേട്ടോ. ഗാന്ധിജി കാട്ടിലൂടെ പോവുകയാണ്, സിംഹം ചാടി വീണു. ചാടി വീണപ്പോൾ സിംഹം പറഞ്ഞു ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി ഓടി. അല്ല അവിടെ അറിയാം മൈനസാണ്, കമ്പനിക്ക് വരും. രണ്ടെണ്ണം പിടിക്കും. ഉടായ്പെടുത്തോ? രണ്ടെണ്ണം പിടിക്കും. അതുണ്ടായില്ല. ഓക്കെ അല്ലേ, ക്ലോസ് ചെയ്ത്. ഇന്ദിരാഗാന്ധി എടാ ഇന്ദിരാഗാന്ധിയാണ്. ഇന്നത്തെ ഏറെ ഗാന്ധിയാന്നാ ഉദ്ദേശിച്ചത്. മുട്ട നിങ്ങൾക്ക് ഫൗളാ, നിങ്ങൾക്ക് ഫൗള് തന്നു. ഇതൊരു കുസൃതിയാണ്. കുസൃതിത്തിന് എടുക്കുക കേട്ടോ. ചൈനയിലും ഇന്ത്യയിലും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് എവിടെ? വൈകിട്ട് വന്നാൽ അത് ഭയങ്കര ആളായിരിക്കും. 1-ാം തീയതി പിറ്റേന്ന്. സീരിയസ് അല്ല. അറിയാമോ? ഇന്റർനെറ്റ് അറിയാം. എന്തായാലും പറഞ്ഞോ, എന്തായാലും പോയില്ല. പിന്നെന്താ മേടിക്കുന്നു? എടുക്കുക. ഉത്തരം നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങളായിരിക്കും ഇതിലും കൂടുതൽ അവിടെ ഉണ്ടല്ലോ. ഇപ്പം ഇന്ത്യൻ ചൈനയില് ജനസംഖ്യ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെ? ബാക്കിയുള്ള സ്ഥലത്തെല്ലാം. ബാക്കിയുള്ള സ്ഥലമായിട്ട് വെച്ചിട്ടില്ല. ബാക്കിയുള്ള സ്ഥലം എന്നല്ലേ പറയുന്നത്. പറയോ? പെറു. ജനസംഖ്യ ചെറിയ രാജ്യം. പ്രസവമായിട്ട് ബന്ധമില്ലല്ലോ. പെറു. സെമിത്തേരിൽ നിന്ന് ഉത്തരം വന്നത്. സെമിത്തേരിൽ. സെമിത്തേരി അത് മറ്റേ രാജ്യം ഉണ്ടല്ലോ. ഇന്ത്യയിലും ചൈനയിലും പറഞ്ഞു. 2 പൂച്ചകൾ കണ്ടുമുട്ടി. അതായത് ഒരു ആൺപൂച്ചയും പെൺപൂച്ചയും കണ്ടുമുട്ടി. അവർ പരസ്പരം ഇഷ്ടത്തിലായി. പെൺപൂച്ച അതായത് ആൺപൂച്ചയുടെ ചെവിയിൽ സ്നേഹപൂർവ്വം ഒരു കാര്യം പറഞ്ഞു. എന്തായിരിക്കും പെൺപൂച്ച പറഞ്ഞത്? മീൻ വേണോ? മൈനസ് കഴിക്കട്ടോ. പിന്നെ ഒരു മുട്ട നിന്ന് കഴിഞ്ഞാൽ തിരിച്ചെടുക്കേണ്ടി. പറയാൻ പറ്റത്തില്ലല്ലോ, എന്നോട് ചോദിച്ചേ. ഒരു ആൺപൂച്ചയും ഒരു പെൺപൂച്ചയും കണ്ടുമുട്ടി. അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെട്ട് പെൺപൂച്ച ആൺപൂച്ചയുടെ ചെവിയിൽ സ്നേഹപൂർവ്വം ഒരു കാര്യം പറഞ്ഞു. എന്തായിരിക്കും പെൺപൂച്ച? പറയേണ്ട കാര്യമില്ലല്ലോ, എനിക്കറിയാം. അറിയണത് പറയണ്ട. ലാസ്റ്റ് ഒന്ന് വരാവേ. ലാസ്റ്റ് ആര് വേറെ ഉണ്ട്? അത് ഇവിടെ പറഞ്ഞെടുത്തോ? പറയാനോ? ഓക്കെ, അല്ലല്ല, നിങ്ങൾക്ക് പ്രശ്നമല്ല. ഇവന് പറഞ്ഞു അതില്ല. ആ ഓക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, വലുതായാൽ ചാടി കളിക്കും. ആരാണ്? ഞാൻ. ശ്രദ്ധിച്ചല്ല ഒരു ഇതാ. അതാ അങ്ങനെയാണ്. ആ ഒരു വ്യക്തി അങ്ങനെയാണ്.
കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, വലുതായാൽ ചാടി കളിക്കും. എന്നോടാ ചോദ്യം വരുന്നത്. ആണോ? മുംബൈ ആ ശരി ശരി. തവള. ഓ ആദ്യത്തെ എന്റെ ചിന്തകൾ വേറെ എവിടേക്കോ പോയി. ചോദ്യം ഇതാണ്, യാത്രക്കാരൻ ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ട് പേരുദോഷം കേട്ട വണ്ടി ഏതാണ്? ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ട് പേരുദോഷം കേട്ട വണ്ടി ഏതാണ്? കള്ളവണ്ടി. കുസൃതി ചോദ്യമാണ്. എന്തോ പറഞ്ഞോ? ടിക്കറ്റ് എടുക്കാത്തതുകൊണ്ട് പറഞ്ഞോ? കേട്ട വണ്ടി. ഉത്തരം പറഞ്ഞോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല കേട്ടോ, ലോക്ക് ചെയ്യണം എന്തായാലും. പറഞ്ഞോ. പാസ്. കാളവണ്ടി. കാളവണ്ടി. യാത്രക്കാരൻ ടിക്കറ്റ് എടുക്കാം, ടിക്കറ്റ് കാളവണ്ടിയിൽ. ഒരു ടിക്കറ്റ് തരണം കാളവണ്ടി. ട്രെയിൻ കള്ളവണ്ടി. ട്രെയിൻ കള്ളവണ്ടിയാണ്. ഒരു വർഷമുണ്ട് ചോദിച്ചു ലോക്ക് ചെയ്തില്ല, ചുമ്മാ പറഞ്ഞത് പറഞ്ഞു. ആ പറഞ്ഞത് അതാ ഉത്തരം. അതായിരുന്നു ഉത്തരം. ട്രെയിനാണ് ട്രെയിൻ അല്ലെങ്കിൽ കള്ളവണ്ടി. ഇവിടെ ശരിയാണ്, ഞാൻ ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു. അപ്പൊ ശരിയാണ്, ലോക്ക് ചെയ്ത് വെച്ചപ്പോ ഇല്ല പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞത്. ശരിക്കും കള്ളവണ്ടി എന്ന് പറയുന്നത് ട്രെയിനാണ്. ശരി, ബസ്സിലാരും കള്ളവണ്ടി കയറി കള്ളവണ്ടി കയറി വരാന്ന് എങ്ങനെ കള്ളവണ്ടി കയറി പോകുന്നത് പറയുന്നത് എല്ലാത്തിനും പറയാം. എല്ലാം പറയാം കള്ളവണ്ടി. നിങ്ങൾ ഇത് കമന്റ് ചെയ്യും. കള്ളവണ്ടി കയറി പോകുന്നത് അല്ലെങ്കിൽ എന്തിനാ പറഞ്ഞേ? ഇപ്പൊ പറയുന്നത് ഇങ്ങനെയൊന്നും ഇപ്പൊ നീ പറഞ്ഞു ട്രെയിൻ അല്ലെങ്കിൽ രണ്ട് മുട്ട ഇരുന്ന് അണ്ണ എന്റെ കയ്യില്. അതായത് അടുത്ത ചോദ്യം, ഹീൽ തുടങ്ങി ഹീൽ അവസാനിക്കുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് പറയാം. നിങ്ങളോട് ഹീൽ തുടങ്ങി ഹീൽ അവസാനിക്കുന്ന അല്ലല്ല ഒരു വാക്കാ. ലോക്ക് ചെയ്യാണോ? ലോക്ക് ചെയ്യണം. മുമ്പ് അവിടെ പറഞ്ഞോ അവിടെ കിട്ടുന്നു. ഇന്റർനെറ്റ് കിട്ടി, ഇന്റർനെറ്റ് അടിച്ചു. നീ അടുത്ത് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ? ഇംഗ്ലീഷ്. അതെ അതെ. നിങ്ങളുടെ ചോദ്യമല്ലേ? ഉമ്മ പറഞ്ഞ ഞാൻ മുട്ട കൊടുക്കണം കേട്ടോ. പാത്തു നിന്നാണ് ഇവനെ. തെറ്റി പറഞ്ഞ മുട്ട പോവില്ലേ? ഇല്ലില്ല, മുട്ട ഇല്ലല്ലോ ഇവിടെ. അറിയോ ഒരു മുട്ട കിട്ടുന്ന പറഞ്ഞു. അതാ പറഞ്ഞേ ഞങ്ങള് പറയണമെന്ന്. ഒരു ക്ലൂ ആണ് തരുന്നത്. നിങ്ങൾ ലോക്ക് ചെയ്യാതുണ്ട്. ലോക്ക് ചെയ്യാത്തുണ്ട്. നമ്മളത് ഇടയ്ക്ക് പറയണം. നീ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് ആ ഒരു വാക്ക്. ആ നീ ഇടയ്ക്ക് എന്നെ മലയാളം പറയും. നീ ഇടയ്ക്കൊക്കെ നീ അത് പറയും. അത് ഞാൻ അതാണ് ഇതാണ് എനിക്കതാണ്. മുംബൈയിലുള്ള പരിഹരണമുണ്ട്. ചോദ്യം ഇതാണ്, നമ്മുടെ ശരീരത്തിലുള്ളൊരു ഇതാണ്. അത് ചോദ്യം കറക്റ്റായിട്ട് ഇങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്. സ്ഥലം മാറുന്നതിനനുസരിച്ച് പേര് മാറുന്ന എന്ത് നമ്മുടെ ശരീരത്തിലുള്ളൊരു ഇതാണ്. എന്തോ അതൊരു ഇത് പറയണം. കറക്റ്റായിട്ടുള്ള ഉത്തരം പറയണം. എടാ നമ്മുടെ ശരീരത്തിലുള്ളതാണ്. അതായത് സ്ഥലം മാറുന്നതനുസരിച്ച് ഇതിന്റെ പേരും മാറുന്നു. അത് രോമം. ഇവിടെ കല്യാണം ഭയങ്കര ബുദ്ധിമുട്ട് മോനെ. ഈ ചോദ്യം ചോദിച്ചപ്പോ അന്ന് ഇവൻ താടി എന്ന് പറഞ്ഞതാ. സുബിനെ സിമ്പിൾ ചോദ്യം, നിങ്ങളുടെ പൈസ എത്ര ഉണ്ട് ഇപ്പം? ഒരു വട്ടം 500 രൂപ. ഇവനാണ് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷാണ്. മോനാണ്. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷാണ്.
ചോദ്യം ഞാനാ വെച്ചോട്ടോ. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷാണ്. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷാണ്. പൂരിപ്പിക്കണം. ഡാഷ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ തെറി വിളിച്ചല്ലോ. അച്ഛൻ അല്ലല്ല ഇവിടെ അതോ പേര്. ഓ വീണ്ടും അടിച്ചു പൊട്ട. ഒരു കുസൃതിയാണേ, അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾ കേട്ടോ. ഭാഗ്യം ഇപ്പോൾ എന്ന് വിളിച്ചറിയിക്കുന്ന നഗരം ഏത്? കണക്ട് ചെയ്ത് നോക്കും. അറിയോ? അറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കരുത്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ. ഭാഗ്യം ഇപ്പോൾ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം, അതിൽ കിട്ടും. എന്ന് വിളിച്ചറിയിക്കുന്ന നഗരം ഏത്? ഇംഗ്ലീഷിലായാലും ആലോചിക്കാൻ പറഞ്ഞു. ഇംഗ്ലീഷിൽ ആലോചിക്കാം. ഭാഗ്യം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഭാഗ്യത്തിന് ഇംഗ്ലീഷ് തോന്നാ? അല്ല ഭാഗ്യത്തിന് ഇംഗ്ലീഷ് എന്റെ മുട്ട എന്റെ മുട്ട പോകുന്നു. നിങ്ങളുടെ മുട്ട പോകത്തുള്ളൂ. എന്റെ മുട്ട പിടിക്കാൻ പറയില്ലേ? മുട്ട ഉണ്ടല്ലോ, എന്റെ മുട്ട എന്താ പിടിക്കും നിങ്ങൾ? അണ്ണാ ഇല്ല. ഭാഗ്യം എപ്പോൾ? ഭാഗ്യത്തിന്റെ ഭാഗ്യത്തിന് ഇംഗ്ലീഷ് ലക്നൗ. ഒറ്റയ്ക്ക് ഇരുന്ന് അവിടെ ഇത്ര. നമ്മൾ ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കും, നമ്മൾ ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും. എന്താണ്? ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കും, ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും. ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കും, ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും. ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കും, ആവശ്യമുള്ളപ്പോൾ എടുക്കില്ല. ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കും, ആവശ്യമില്ലാത്ത വലിച്ചെറിയും. അതെ മുട്ട വേണം മാറേ. കമ്പനിക്ക് അല്ല എടുക്കും. നീ പറഞ്ഞു, നിനക്കറിയാൻ പറഞ്ഞു. നിങ്ങളെ വാസാ വീണ്ടും മുട്ട അടിച്ചോട്. വല വല മുട്ട കൂടുന്നു അവിടെ. 2000 വെച്ച് നമുക്ക് വായന വെച്ചെടുക്കായിരുന്നു. സിമ്പിൾ ചോദ്യമാണ്. നിങ്ങൾക്ക് ഒരു മുട്ട കിട്ടാൻ വേണ്ടി സിമ്പിൾ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അല്ല കിട്ടും കിട്ടും. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു പദം. പേര് മൈക്കിൾ ജാക്സന്റെ രായിൽ തുടങ്ങി രായിൽ അവസാനിപ്പിക്കുന്ന മലയാളത്തിലാണ്. ഇഷ്ടമുള്ള പറയാമോ? രാരീരം. പറഞ്ഞു അത് തന്നെ പറഞ്ഞു പറഞ്ഞോളാം. അത് തന്നെ കറക്റ്റാ. ലാസ്റ്റ് രന്ന് വല്ലണ്ടോ രാവിലെ എങ്ങനെ വീട്ടിൽ പോ. രായി തുടങ്ങി രായി തന്നെ അവസാനം. രാരീരമല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. രാജീരം രമ്മ. അത് രായല്ലല്ലോ. രായി തന്നെ ഉണ്ട്. രായി തുടങ്ങി രാവിലെ ഉണ്ട്. ഇല്ല 2:30. ചോദ്യമാണ്. സുബിന്റെ കയ്യിലുള്ള കുട്ടയിൽ 20 മാമ്പഴമുണ്ട്. 20 കുട്ടികളെ വിളിച്ച് ഓരോന്നും സുബിൻ ഓരോരുത്തർക്കും കൊടുത്തു. എന്നിട്ട് കുട്ടയിൽ ഒരു മാമ്പഴം അവശേഷിച്ചു. എങ്ങനെ? അതായത് നിങ്ങളുടെ കയ്യിൽ കുട്ടയിൽ 20 മാമ്പഴമുണ്ട്. 20 കുട്ടികളെ വിളിച്ച് ഓരോന്നും ഓരോരുത്തർക്കും കൊടുത്തു. പക്ഷെ എന്നിട്ടും കുട്ടയിൽ ഒരു മാമ്പഴം വന്നു. 2 പിള്ളേർക്ക് ഒരെണ്ണം വെച്ച കൊടുത്തത്. ലാസ്റ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു അവസരം തരാം കേട്ടോ. 19 എടുത്തുള്ളൂ, ഒരെണ്ണം ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ ഒരെണ്ണം എടുത്തില്ല ഒരു കുട്ടി. ഇല്ല 20 കുട്ടികളെ വിളിച്ച് ഓരോന്നും കൊടുത്തെന്ന് പറഞ്ഞില്ലേ? ഒരാൾ എടുത്തിട്ട് തിരിച്ചിട്ട് കാണും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ടൊന്ന് ആലോചിച്ചോ. അറിയോ? നിങ്ങളോടൊന്ന് ആലോചിച്ചോ വേണമെങ്കിൽ. നിങ്ങളുടെ കയ്യിലുള്ള കുട്ടയിൽ 20 മാമ്പഴമുണ്ട്. 20 കുട്ടികളെ വിളിച്ച് ഓരോന്നും ഓരോരുത്തർക്കും കൊടുത്തു. പക്ഷെ എന്നിട്ടും കുട്ടയിൽ ഒരു മാമ്പഴം അവശേഷിച്ചു. 20 പേർക്കും കൊടുത്തു കേട്ടോ.
അവന് കണക്ക് തെറ്റിദ്ധരിക്കണ്ടോ? വേറെ കൊട്ടയിലായിരിക്കും മാമ. അടുത്ത കൊട്ടയ്ക്കകത്തായിരിക്കും. അടുത്ത കൊട്ട അല്ലല്ല ഇല്ലേ? ആ കൊട്ട തന്നെ. എന്താടാ ഉദ്ദേശിക്കുന്നത്? കൊട്ടയിൽ ഒരെണ്ണം ഉണ്ടെന്ന്. അതവിടെ ഇരിപ്പുണ്ടല്ലോ. അതെങ്ങനെ വന്നെന്നാ വെച്ച്? അതാ പുള്ളിക്കൊരു ചാൻസ് കൂടെ ലാസ്റ്റ് വരാന്ന് പറയുന്നത്. എന്തായാലും പറയട്ടെ. ഇല്ല, എനിക്ക് ആലോചിച്ചിട്ട് കിട്ടിയില്ല. ഒരു ക്ലൂ ക്ലൂ എന്തോ ഇതന്നെ ക്ലൂവാ. ഒരു ചെറിയ ക്ലൂ ആണ്. ശരി, എന്തായാലും പോയി. ഒരു കുട്ടിയുടെ പേര് മാത്രമായിരുന്നു. അല്ലല്ല അങ്ങനല്ല. അതായത് ഒരാൾക്ക് ആ ഒരു 10 കൊട്ടയോട് തന്നെ കൊടുത്തത്. ഉയ്യോടി എന്തോ പരിപാടിയാടി. മനസ്സിലായോ? 19 പേർക്ക് ഒരെണ്ണം വെച്ചിട്ട് ഒരു കൊട്ടയുടെ കൊടുത്തു. അപ്പൊ മുട്ടയോടൊക്കെ നിങ്ങളുടെ അല്ല അവരുടെ മൊത്തം നമുക്കല്ല. അപ്പൊ നമുക്ക് അവസാന മുട്ടകൾ നമുക്ക് എത്ര മുട്ട കിട്ടിയെന്ന് നോക്കാം. സുബിന് എത്ര മുട്ട കിട്ടി നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ടീം 1. ടീം ഏതായിരുന്നു? അല്ല നമുക്ക് പേരില്ല. 2, 3, പേര് അമ്മയുടെ പേരുണ്ട. ടീം സൂപ്പർ സ്റ്റാർസ്. ആ സൂപ്പർ സ്റ്റാർസ് ഒരു മുട്ട. ഒരു മുട്ട. ടീം ഏതായിരുന്നു? പള്ളങ്കി 14 കമ്പനി മുട്ട. ഓക്കെ 6 മുട്ടയുണ്ട് ഞങ്ങൾക്ക്. 6 മുട്ട. അവരെ 2 വെച്ചു. അല്ല കൈ 2. 5 പുള്ളിയെ കൂടെ കൂട്ടി പറയാ. സോറി. എത്ര മുട്ട? 2 മുട്ട. 2 മുട്ട. 2 2 4 4 2 6 1 1 7. ഓർമ്മ ഏതാ? 7 7 മുട്ട. 2 മുട്ടയുള്ളൂ മാർക്ക്. 2 മുട്ടയുള്ളൂ. ആ 6. കുഴപ്പമില്ല. ഈ 500 ഇങ്ങനെ 500 എണ്ണം കൊണ്ട് തീർക്കാം. ഏറ്റവും കൂടുതൽ മുട്ട നേടി ഇന്റർനെറ്റ്. 6 മുട്ടയല്ല 2 മുട്ട. അപ്പൊ എത്ര രൂപ? ലാസ്റ്റ് നമ്മൾ പകുതി 2 പേർക്കും ജീപ്പ് അയച്ചാൽ മതി. എത്ര രൂപ കിട്ടിയായിരുന്നു? മൊത്തത്തിൽ നമുക്കൊരു 10,000 6 മുട്ട കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ ആദ്യമേ 2 കിട്ടി. അത് 2000 കിട്ടിയായിരുന്നില്ലേ? 2000 കിട്ടിയായിരുന്നു. ഒരു തച്ചിനുള്ള കിട്ടിയായിരുന്നു. പക്ഷെ പിന്നെ അത് കഴിഞ്ഞ് 2 മുട്ട മൈനസ് 2 സൂപ്പർ സ്റ്റാർസ് ആദ്യം കണ്ട വേറെ പേരല്ലോ. സൂപ്പർ സ്റ്റാർസ് മൊത്തം 1000 2 മുട്ട കിട്ടിയായിരുന്നു. ഇപ്പൊ എത്ര ഉണ്ട്? ലാസ്റ്റ് ഒരെണ്ണം പോയി. 250. നിങ്ങൾ വള്ളങ്കി 2 മുട്ട ഉണ്ടായിരുന്നു. 2 പോയി. പള്ളങ്കി ഒരെണ്ണുണ്ടോ? ഇല്ല 2 ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ ഇല്ല അവൻ 2 കാളവണ്ടി ടീം. കാളവണ്ടി കാളവണ്ടി ഇല്ലാതെ കയറിപ്പോയി. കാളവണ്ടി കാള മനസ്സിലായില്ല എനിക്ക് എപ്പോഴും. കാളയെന്ന് വിളിച്ച് കളിയാക്കുന്നു. അതുമായിട്ട് ബന്ധം എന്ത്? കള്ളവണ്ടിയാണോ ഉദ്ദേശിച്ചത്? കള്ളവണ്ടിയൊക്കെ ഉദ്ദേശിച്ചത്. അതായിരിക്കും ഉദ്ദേശിച്ചത്. കള്ളവണ്ടി ഉദ്ദേശിച്ചത്. കാളവണ്ടി ആയിപ്പോയി. കിട്ടിയ കേട്ടോ. ടീം ഇന്റർനെറ്റിലായോണ്ട് കിട്ടിയത് ഇത്രയും പോയി. അതെ അതെ അതെ. പറഞ്ഞു. പക്ഷെ എല്ലാം പോയായിരുന്നു ഇനി കമ്പനി കിട്ടിയായിരുന്നു. ഈ പുള്ളി കള്ളപ്പണി ചെയ്തതിന്റെ പൊന്നിന്റെ ഫോൺ വായിക്കാറില്ല. ഞാൻ കണ്ടേ. ഇന്ദിരാഗാന്ധി എഴുതി അല്ല വായിക്കാൻ പറ്റുന്നല്ലോ പുള്ളി. അല്ലെങ്കിൽ കറക്റ്റ് നീ വായിച്ചു. ഇന്ദിരാഗാന്ധി വായിച്ചില്ല, ചേർത്ത് വായിച്ചു നീ. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദിരാഗാന്ധി എഴുതി. ഞാൻ ഇന്ദിരാഗാന്ധി തന്നെ വായിച്ചു. പക്ഷെ അത് അങ്ങനെ എല്ലാവരും പറഞ്ഞു ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു. സ്പേസ് ഇട്ടിട്ട് പക്ഷെ വായിച്ചു കാലിട്ട് കുത്തുവ. ഇപ്പം ഭയങ്കര ആലോചന. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്